പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്നവൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു ഒരു യുവാവ്, അവനിങ്ങനെ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങുകയാണ്. അവൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ഹൗ ടു ഗെറ്റ് മോട്ടിവേറ്റഡ് എന്നുള്ള ഒരു ബുക്ക്, ഒരു 350 പേജുള്ളൊരു പുസ്തകം. അവനത് വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയിരിക്കുന്നു. ഹൗ ടു ഗെറ്റ് മോട്ടിവേറ്റഡ് എന്നാണ് ആ ബുക്കിൻ്റെ ടൈറ്റിൽ. ഇവൻ ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഈ ബുക്ക് വായിച്ച് തീർക്കുവാനുള്ള മോട്ടിവേഷൻ നിനക്കുണ്ടാകട്ടെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്, ഈ മനുഷ്യരൊക്കെ ഇന്നത്തെ ലോകത്തിൽ പലരും അവരുടെ ഒരു ഒപ്റ്റിമൽ എനർജി ലെവലിലല്ല ഫങ്ഷൻ ചെയ്യുന്നത്. അവരൊക്കെ ഡീമോട്ടിവേറ്റഡ് ആണ്. പക്ഷെ പുറത്തേക്ക് അവർ മോട്ടിവേഷൻ അഭിനയിച്ച് നടക്കുകയാണ്. ജീവിതത്തിൻ്റെ ഭാരം, ജോലിയുടെ പ്രഷർ, ചെലവുകൾ, ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ പാപാവസ്ഥകൾ, ഇതെല്ലാം കൂടി ആധുനിക മനുഷ്യനെ ഞെരുക്കുന്നു. അപ്പം ഞാൻ ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ എൻ്റെ എനർജി ലെവൽ വളരെ കൂടുതലാണ്. അതായത് പാപം വർജിച്ച് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഒരു എനർജി ഇറ്റ് ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. നമുക്ക് ക്ഷീണം നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ പാപം നമ്മളെ സൈലൻ്റായിട്ട്, ഇറ്റ്സ് എ സൈലൻ്റ് കില്ലർ. അത് നമ്മളെ പതുക്കെ പതുക്കെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാറായാലും എന്തായാലും അത് ഒരു പർപ്പസിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പം ആ പർപ്പസിനല്ലാതെ വേറെ പർപ്പസുകൾക്ക് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ഹോണ്ട സിറ്റി കാർ, അത് സിറ്റി ഡ്രൈവിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കാറാണ്. അതെടുത്ത് ഓഫ് റോഡിങ്ങിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അത് തവിട് പൊടിയായി പോകും. അതുപോലെ ഓഫ് റോഡിങ്ങിനുണ്ടാക്കിയ ഒരു വണ്ടിയെടുത്ത് നോർമൽ ട്രാഫിക്കിൽ ഓടിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഡ്രൈവിംഗ് കംഫർട്ട് അതിന് ഉണ്ടാവുകയില്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും. നമ്മളെയൊക്കെ ഓരോ പർപ്പസിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിനു വേണ്ടി വിനിയോഗിക്കപ്പെടാതെ വേറെ മാർഗങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിമപ്പെടുകയും ഒരു ജാതി റാറ്റ് റേസ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ എനർജി ലെവലിനെ ബാധിക്കും, നമ്മുടെ മോട്ടിവേഷനെ ബാധിക്കും. കാരണം ക്രിസ്തുവിൻ്റെ പദ്ധതി അനുസരിച്ചല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. യെശയ്യാ പ്രവാചകൻ അധ്യായം 40 28 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം.
ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ശക്തി ക്ഷയിച്ചു ആണെങ്കിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാപങ്ങളെ വർജിച്ച് നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം. അവൻ്റെ പദ്ധതികൾക്കായി നമ്മുടെ കഴിവുകൾ വിനിയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ എനർജി നമ്മളിൽ നുരപൊട്ടുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നമ്മളാകെ കൂടി ചെയ്യേണ്ടത് കർത്താവിലേക്ക് തിരിയുക. അലസ ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കും. നമ്മുടെ ജീവിതത്തിനൊരു പർപ്പസും, എത്ര പ്രായമുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ എത്ര യൗവനത്തിലിരിക്കുന്ന ആളാണെങ്കിലും, ഏജ് ഈസ് ഇമ്മെറ്റീരിയൽ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇതിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കുരിശിനെ ആശ്ലേഷിക്കാം. ഈ ലോകത്തിൻ്റെ മായകളിൽ നിന്ന് നമ്മളെ വിടുവിക്കാം. ക്രിസ്തുവിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. തീർച്ചയായും ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തും. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.